الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഏതാനും അനുയായികളും കൂടിയൊരു യാത്രയിലാണ്. മരുഭൂമിയിലൂടെ അല്പം ദീർഘമായ യാത്ര. ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്യുക. ഭക്ഷണത്തിന് വക കയ്യിൽ കരുതണം. ഇന്നത്തെ പോലെ ഹോട്ടലുകളൊന്നും അക്കാലത്തില്ല. എവിടെയെങ്കിലും താമസിക്കണമെങ്കിൽ തമ്പ് കെട്ടാനുള്ള സാധനങ്ങളും കരുതണം. യാത്രക്കാർ പുറപ്പെട്ടു മരുഭൂമിയിലൂടെ ഏറെ ദൂരം പോയി. പിന്നെ ഒരിടത്ത് വിശ്രമിക്കാനായി യാത്ര നിർത്തി. എല്ലാവർക്കും നല്ല വിശപ്പ്, എന്തെങ്കിലും കഴിക്കണം, ഭക്ഷണം പാകപ്പെടുത്തണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ പറഞ്ഞു, നമുക്കൊരാടിനെ അറുത്ത് ഭക്ഷണം ഉണ്ടാക്കാം. സഹയാത്രക്കാർ പ്രവാചകരുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറെടുത്തു. ഒരാൾ പറഞ്ഞു, ഞാൻ ഒരാടിനെ അറുക്കാം. അത് കേട്ടപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, ഞാൻ ആടിന്റെ തോല് പൊളിക്കാം. ഉടനെ മറ്റൊരാൾ പറഞ്ഞു, ഞാൻ ഇറച്ചി പാകം ചെയ്യാം. 3 പേരുടെയും സംസാരം ശ്രദ്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ വിറക് ശേഖരിക്കാം. അത് കേട്ടപ്പോൾ അനുയായികൾക്ക് വലിയ അതിശയം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിറക് ശേഖരിക്കുകയോ തങ്ങളെപ്പോലെ ജോലി ചെയ്യുകയോ? നബി തങ്ങൾ അത് ചെയ്യാൻ പാടില്ല. സ്വഹാബികൾ ഏകസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു, അങ്ങ് ഇവിടെ നിരുന്നാൽ മതി, ഞങ്ങൾ വിറക് ശേഖരിച്ചു കൊള്ളാം, ബുദ്ധിമുട്ടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ഇതായിരുന്നു, നിങ്ങളുടെ കൂടെ എന്തെങ്കിലും ചെയ്യാതെ വേർതിരിഞ്ഞിരിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഈ സംഭവത്തിൽ നിന്ന് നാം മഹത്തായ പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു. അനുയായികൾ വേല ചെയ്യുക, നേതാവ് സുഖമായിരുന്നു ഭക്ഷണം കഴിക്കുക. പലയിടത്തും കാണാൻ കഴിയുന്ന കാഴ്ചയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയുള്ള നേതാവല്ല. അനുയായികളോടൊപ്പം ജോലി ചെയ്യാൻ താല്പര്യം കാണിച്ച നേതാവാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃകാ പുരുഷനാണ്. എല്ലാവർക്കും മാതൃകയാണ്, നേതാക്കൾക്ക് പ്രത്യേകിച്ചും. മരുഭൂമിയിലെ യാത്രക്കിടയിൽ ഒരാടിനെ അറുത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നത് നിസ്സാര കാര്യം. അക്കാര്യത്തിൽ പോലും നബി തങ്ങൾ അനുയായികളോടൊപ്പം ജോലി പങ്കിടാൻ സന്നിധനായി. വളരെ ക്ഷമയോടുകൂടി ജോലി ചെയ്യുന്ന നേതാവായിരുന്നു നബി തങ്ങൾ. പ്രമുഖ സ്വഹാബി വര്യനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ വളരെ പ്രസിദ്ധമാണ്. ആ സ്വഹാബി വര്യൻ 10 വർഷത്തോളം നബി തങ്ങളുടെ പരിചാരകനായിരുന്നു. അത്രയും കാലത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് അനസ് റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നത്. സുഖവും ദുഃഖവും മാറി മാറി വന്നിരുന്നു. ഉത്കണ്ഠയും പ്രതീക്ഷയും ഭീതിയും പ്രത്യാശയും മാറി മാറി വന്ന കാലമായിരുന്നു. ഏതൊരു മനുഷ്യനെ പെരുമാറ്റത്തിലും വലിയ മാറ്റങ്ങൾ വരാമെന്നാൽ നബി തങ്ങളുടെ പെരുമാറ്റം ഏത് സാഹചര്യത്തിലും മാതൃകാപരമായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ 10 കൊല്ലക്കാലം നബി തങ്ങൾക്ക് ശുശ്രൂഷകൾ ചെയ്തു. ഇക്കാലത്തിനിടയിൽ നബി തങ്ങൾ എന്നോട് എന്ന് പറഞ്ഞിട്ടില്ല. ദേഷ്യം പിടിക്കുകയോ മുഖം ചൊളിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. നോക്കൂ, സൽസ്വഭാവത്തിന്റെ ഏറ്റവും നല്ല മാതൃകയാണ് പ്രവാചകൻ. സഹോദരങ്ങളെ, പ്രവാചകനിൽ നിന്ന് കണ്ടുപിടിക്കുക. നീ എന്തിനത് ചെയ്തോ എന്ന് ചോദിച്ചില്ല, എന്തുകൊണ്ടത് ചെയ്തില്ല എന്നും ചോദിച്ചില്ല. പ്രവാചകനോട് ആരെങ്കിലും കോപിക്കുകയോ പരുഷമായി പെരുമാറുകയോ ചെയ്താൽ അത് ക്ഷമിക്കും. മറ്റുള്ളവരോട് കോപിക്കുകയോ പരുഷമായി പെരുമാറുകയോ ചെയ്യുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അതുപോലെ നടക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.